ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പറഞ്ഞതുപോലെ CPM-നകത്ത് ഒരു ചട്ടക്കൂടുണ്ടെങ്കിൽ പോലും മുഹമ്മദ് റിയാസിന്റെ വളർച്ച ശരവേഗത്തിൽ തന്നെയായിരുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം സംസ്ഥാന സമിതി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, തുടർന്ന് മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വകുപ്പ്. ഇത് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള ലേബലിൽ തന്നെ നേടിയെടുത്തതല്ലേ? അല്ല, ഭീകരനായ ജയേന്ദ്ര മാസ്റ്ററുടെ ഉത്കണ്ഠയും വിഷമം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. അതായത് ക്രൗഡ് പുള്ളറായിട്ടുള്ള പിന്നെ ഇവരുടെ തന്നെ ഞാൻ പേര് ശോഭാ സുരേന്ദ്രനെ എവിടെ നിർത്തിയാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന അവരെ തടഞ്ഞ് സന്ദീപിന്റെ വാക്ക് കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് സൊസൈറ്റി പോലും പാർലമെന്റ് വരെ സ്ഥിരമായിട്ട് മത്സരിക്കുന്നതിനാണ് മത്സരിപ്പിച്ച് പിന്നെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന മറ്റുള്ളവർക്ക് അവസരം നിഷേധിക്കുന്ന കഴിവുള്ളവരെ തടഞ്ഞ് ഏതാണ്ട് ഏകാധിപത്യ നിലയിൽ ചില ആളുകളുടെ കുത്തകപ്പാട്ട് വഹിക്കുന്ന BJP-യുടെ കേരളത്തിലെ പ്രവർത്തകരുടെ ഫലം ജയേന്ദ്ര മാസ്റ്റർ പോലുള്ള മനസ്സിൽ അദ്ദേഹത്തിന് നല്ലൊരു BJP നേതാവ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ അതായത് CPM ചാടിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസിനെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മുഹമ്മദ് റിയാസിനെ ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ അതായത് നടപടിക്രമങ്ങളിലൂടെ പിന്നെ അദ്ദേഹത്തിന് എവിടെ എത്തുന്നോ അത് അദ്ദേഹമല്ല മറ്റൊരാളാണെന്നുള്ളത് അതങ്ങനെ വന്നോളൂ. അത് അതിന്റെ ഒരു പ്രക്രിയയാണ്. അത് ജനൻ TVയോ പിന്നെ ജയേന്ദ്ര മാഷ് വിഷമിക്കുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞത് ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുകളും പാർട്ടി ചട്ടക്കൂടുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ ഇല്ല. ഇപ്പൊ ഇവരെ പോലെ എവിടെന്നെങ്കിലും ഓടിളക്കി താഴോട്ടിറക്കി വരുന്ന നേതാക്കന്മാരെ പോലുള്ള CPM-നെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകനും എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം, ഞാൻ എന്റെ 22ാമത്തെ വയസ്സിൽ CPM വന്ന ഒരാളാണ്. പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് അധികം വർഷമായിട്ടില്ല, ഒരു 6-7 വർഷമേ ഉള്ളൂ. അന്ന് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പലയിടത്ത് യാത്ര ചെയ്യും, പല സ്ഥലത്ത് ജീവിക്കേണ്ടവന്നതിന്റെ പേരിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ആരെവിടെ എത്തുന്നുള്ളവരെ ഞങ്ങൾക്ക് ആ നിമിഷമേ അറിയത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോളെ ഹസ്ബൻഡ് ആയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ പേരിൽ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവബോധമുണ്ടാകത്തേ ഉള്ളൂ. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇന്നിപ്പോ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഒരു പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനിത് വായിച്ചു. അവരെ സംബന്ധിച്ചോളം അവർ ഇന്ന് വരെ CPM-നെ കുറിച്ച് നല്ല വാക്ക് എഴുതിയിട്ടില്ല. അവർ നല്ല വാക്ക് എഴുതിയാൽ അത് അപകട സൂചനയാണെന്ന് EMS ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ജനൻ TV ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ഞങ്ങളുടെ പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ